മൊമെന്റേറിയം മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അനാലിസിസിലെ ഒരു സെമി ഗ്രാഫിക്കൽ മെത്തേഡാണ്. ശരിക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലെ ഫൈൻഡ് ദി ഡിഫ്ലക്ഷൻ ഫൈൻഡ് ദി സ്ലോപ്പ് അറ്റ് ദിസ് പെർട്ടിക്കുലർ എൻഡ് വിത്ത് ദിസ് ലോഡ് സപ്പോർട്ട് ഓൺ ദ ബീം എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസിന് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ബിക്കോസ് ദർ ഇസ് നത്തിങ് ടു ബൈ ഹാർട്ട്. പക്ഷേ ജനറലി ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. മൊമെന്റേറിയം തിയറം 1 ഓർ മോർ തിയറം 1 ഇസ് ഈക്വൽ ടു ഒരു പോയിന്റിലെ സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ് ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ മൊമെന്റ് ഓഫ് ദ ഏരിയ. പക്ഷെ ഇങ്ങനെയല്ല മൊമെന്റേറിയം മെത്തേഡ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സം ഓഫ് ദ കീ പോയിന്റ്സ് ഇൻ മൊമെന്റേറിയം തിയറം. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് 3 ടേംസിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ വേണം. ദറ്റ് ഇസ് ഡിഫ്ലക്ഷൻ, ഡീവിയേഷൻ, ഡിഫ്ലക്റ്റൻസ്. എ ബി എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഒറിജിനൽ ബീം. ദറ്റ് ഇസ് ഡോട്ടഡ് എ ബി. ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള എ ബിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ കർവ്ഡ് സ്ട്രക്ചർ ബ്ലൂ. ആൻഡ് ഞാൻ വരയ്ക്കുന്ന റെഫറൻസ് ടാൻജന്റ് മൊമെന്റേറിയം മെത്തേഡിൽ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് ഒരു റെഫറൻസ് പോയിന്റ്. ഒരു റെഫറൻസ് പോയിന്റിന് അബൌട്ടായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും മൊമെന്റേറിയം മെത്തേഡിൽ ബാക്കി കാൽക്കുലേഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. എൻ്റെ റെഫറൻസ് പോയിന്റ് ഇവിടെ എന്ന് ഞാനൊരു ടാൻജന്റ് വരച്ചു. ഓക്കെ, അതാണ് AB2. സി എന്ന് പറയുന്ന പോയിന്റ് ഇനിഷ്യലി ഒറിജിനൽ ബീമിൽ C1 ആയിരുന്നു. ഡിഫ്ലക്ട് ചെയ്ത ബീമിൽ ആ പോയിന്റ് C. അതേ പോയിന്റിനെ തന്നെ ഞാൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അതായത് റെഫറൻസ് ടാൻജന്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിന്റ് C2. സിയിൽ നിന്ന് C1ലേക്ക്, അതായത് ഡിഫ്ലക്റ്റഡ് ബീമും ഒറിജിനൽ ബീമും തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് ഡിഫ്ലക്ഷൻ. അതേസമയം ഡിഫ്ലക്റ്റഡ് ബീമിൽ നിന്ന് റെഫറൻസ് ടാൻജന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡീവിയേഷൻ. ഇനി റെഫറൻസ് ടാൻജന്റിൽ നിന്ന് ഒറിജിനൽ ബീമിലോട്ടുള്ള, അതായത് പ്രീവിയസ് ലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ബീമിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡിഫ്ലക്റ്റൻസ്. ഈ കേസിലാണ് നമുക്ക് എഴുതാം ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റൻസ് മൈനസ് ഡീവിയേഷൻ. നമുക്ക് യൂഷ്വലി പറയുന്നത് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പോയിന്റിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിരിക്കും. പക്ഷെ മോർ തിയറം നമുക്ക് തരുന്നത് ഡിഫ്ലക്ഷൻ അല്ല, നമുക്ക് ഡീവിയേഷൻ ആണ് മോർ തിയറത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതാണ് യൂഷ്വലി ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റ്. ഇത് നല്ല ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കണം. ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില മൊമെന്റേറിയം മെത്തേഡ് വെച്ച് ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി കാൻഡിലിവർ ചെയ്യുമ്പോൾ കിട്ടും, അല്ലാതെ സിംപ്ലി സപ്പോർട്ടഡ് ഓവർ ഹാങ്ങിങ് ചെയ്യുമ്പോൾ ആൻസർ തെറ്റിപ്പോകുന്നു എന്നൊരു പരാതി വരാൻ കാരണം മോർ തിയറത്തിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റായ ഡിഫ്ലക്ഷന്റെയും ഡീവിയേഷന്റെയും വ്യത്യാസം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഒറിജിനൽ ബീമിൽ നിന്ന് ഡീഫോംഡ് അല്ലെങ്കിൽ ലോഡഡ് ബീമിലോട്ടുള്ള ഡിഫറൻസും, ഡീവിയേഷൻ എന്ന് വെച്ചാൽ റെഫറൻസ് ടാൻജന്റിൽ നിന്ന് ഡീഫോംഡ് ഷേപ്പിലോട്ടുള്ള ഡിസ്റ്റൻസും. സോ ജസ്റ്റ് ഒരു ചെറിയ ഔട്ട്ലൈൻ നോക്കാം. മോർ തിയറം ഫോർ റൊട്ടേഷൻ ആൻഡ് ഡീവിയേഷൻ. ഇതാണ് എൻ്റെ ബീം AB. സോ ഇവിടെ ഞാൻ അതുപോലെ തന്നെ എ ആണ് എൻ്റെ റെഫറൻസ് ടാൻജന്റ്. എയിൽ ഞാൻ റെഫറൻസ് ടാൻജന്റ് വരച്ചു. സോ MN എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോയിന്റ് ഈ AB, in between A and B, the bending moment diagram will be like this. I divided the bending moment diagram by EI. So this is the M by EI diagram. I am taking an elementary area that is M and N. M എന്നും ഡിഫോം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള കർവ് എന്ന് പറയുന്നത് ഈ MN ആണ്. സോ ദിസ് കർവ് is making a very small angle, that is d theta. Assume that this is R. So R is equal to dx, which is the width of this elementary section, by d theta. So d theta is equal to 1 by R into dx. That is equal to 1 by R can be written as M by EI into dx. So d theta equal to M by EI into dx. ഈ ചെറിയ പോർഷനിൽ d theta കണ്ടുപിടിച്ചാൽ മൊത്തം ഈ ബീം, അതായത് AB എന്നുള്ള ബീമിൽ A എന്ന് പറയുന്ന പോയിന്റ് ഫിക്സഡും B എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ഡിഫ്ലക്ഷൻ വരുന്നതെങ്കിൽ തീറ്റ ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദിസ് d theta. ഇങ്ങനെയുള്ള ഒരുപാട് എലിമെന്ററി പോയിന്റ്സ് ചെയ്യുമ്പോഴാണല്ലോ മൊത്തം AB ആവുന്നത്. അപ്പോൾ ബിയുടെ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടേക്ക് the integral of d theta, that is between A and B, integral of M by EI into dx. Why I am taking this M by EI into dx means it is the graphical representation of the area of the bending moment diagram between the points under consideration. So theta is equal to integral from B to A M by EI into dx. നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് മോർ തിയറി ഫോർ ഡീവിയേഷൻ. അസ്യൂമിങ് ദ പോയിന്റ് B is fixed. So B എന്ന് പറയുന്ന പോയിന്റിൽ താഴോട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. So what is remaining is deviation itself, that is distance from the reference tangent to the original beam structure, that is deviation.
ഈ എം എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോയിന്റിന്റെ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അതുപോലുള്ള ഒരുപാട് കുഞ്ഞു പോയിന്റിന്റെ ഡീവിയേഷൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ മൊത്തം പോയിന്റ് ബിയുടെ ഡീവിയേഷൻ. സോ ഡീവിയേഷൻ ഓഫ് പോയിന്റ് എം എൻ ഇസ് ഈക്വൽ ടു the distance of the point from here to here is x. D theta is the angle subtended. So obviously this will be x into d theta or x dash into d theta. What is d theta? M by ei into dx. That is x into m by ei into dx. That is equal to moment of the area of the bending diagram from the point where you want to find the deviation. So theta is equal to integral b to a m by a into dx, and deviation is equal to integral b to a m by a into dx into x dash. So the theorem states that angle theta BA, which is the angle between the tangents to the deflection curve at 2 points A and B. അതായത് A and B എന്ന് പറയുന്ന രണ്ട് പോയിന്റിലെ ടാൻജന്റ് തമ്മിലുള്ള ആംഗിൾ തീറ്റ will be equal to area of the m by a diagram between A and B. And the second theorem is for deviation. That is deviation of point B from the tangent at A. Tangent at A and the point B deviation will be equal to first moment of m by a diagram between A and B with respect to B. So the point to be highlighted is theorem 2 gives deviation of point from the tangent at A, and also the moment is taken with respect to B. So these are the points to be considered while dealing with the two theorems. Moving on to the sign convention. If the load is creating a sagging moment like this, we will take it as positive, both theta and d, and if the load is creating a hogging moment like this, we will take it as negative. In the sagging moment, reference tangent in the required പോയിന്റിലെ ടാൻജന്റിലോട്ട് മെഷർ ചെയ്യുമ്പോൾ തീറ്റ കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്. റെഫറൻസ് ടാൻജന്റിൽ നിന്ന് റിക്വയർഡ് പോയിന്റിലെ ടാൻജന്റിലോട്ട് തീറ്റ മെഷർ ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്. അതുപോലെ തന്നെ റെഫറൻസ് ടാൻജന്റിൽ നിന്ന് മുകളിലാണ് നമ്മുടെ റിക്വയർഡ് പോയിന്റിന്റെ ഡീഫോംഡ് ഷേപ്പ് നിൽക്കുന്നതെങ്കിൽ ഡീവിയേഷൻ ഈസ് പോസിറ്റീവ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ്, റെഫറൻസ് ടാൻജന്റിൽ നിന്ന് റിക്വയർഡ് പോയിന്റിലെ ടാൻജന്റിലോട്ട് തീറ്റ മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹോഗിംഗ് മൗണ്ട്, ദാറ്റ് ഇസ് നെഗറ്റീവ്. റെഫറൻസ് ടാൻജന്റിനെ അപേക്ഷിച്ച് നമ്മുടെ റിക്വയർഡ് പോയിന്റിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഹോഗിംഗ് മൗണ്ട്, ദാറ്റ് ഇസ് ഡീവിയേഷൻ വിൽ ബി നെഗറ്റീവ്. മൊമെന്റേറിയ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു മിസ്കോൺസെപ്ഷൻ പറഞ്ഞുതരാം. അതുമാത്രമല്ല ഡിഫ്ലക്ഷൻ ഡീവിയേഷൻ ഇത് എടുത്തു പറഞ്ഞ എന്തിനാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു ഫിക്സഡ് ബീം കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സഡ്, ബി എന്ന് പറയുന്നത് ഫ്രീ എൻഡ്. എനിക്ക് ബിയിലെ ഡിഫ്ലക്ഷനാണ് വേണ്ടത്. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിഫ്ലക്റ്റഡ് ഷേപ്പാണ് ഈ റെഡ് കളർ. ബിയിലൂടെയുള്ള റെഫറൻസ് ടാൻജൻ്റാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ബിയിലൂടെയുള്ള ടാൻജൻറ്റ്. എ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സഡ് ആണല്ലോ. സോ എയിലൂടെയുള്ള റെഫറൻസ് ടാൻജൻറ്റ് എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും, ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു മോത്തിയർ എന്താ തരുന്നത്? ഡീവിയേഷൻ ആണ് തരുന്നത്. ഡീവിയേഷൻ സ്മോൾ ഡി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിഫോംഡ് ഷേപ്പ് ആൻഡ് ദ റെഫറൻസ് ടാൻജൻറ്റ്. ഇവിടെ റെഫറൻസ് ടാൻജൻറ്റിൽ നിന്നുള്ള റെഫറൻസ് ടാൻജൻറ്റും എക്സ് ആക്സിസും സെയിമാണ്. സോ റെഫറൻസ് ടാൻജൻറ്റിൽ നിന്നുള്ള ബിയുടെ സ്ലോപ്പ് എടുത്താലും എക്സ് ആക്സിസിൽ നിന്നുള്ള ബിയുടെ സ്ലോപ്പ് എടുത്താലും ഒന്ന് തന്നെ. സോ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ്ലി ഫിക്സഡ് ബീംസിൻ്റെ കേസിൽ, അതായത് ഈ കേസിൽ സ്ലോപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി എടുത്താൽ മതി. ഇനി വാട്ട് ഇസ് ഡീവിയേഷൻ? ഡീവിയേഷൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിഫോംഡ് ഷേപ്പ് ആൻഡ് ദ റെഫറൻസ് ടാൻജൻറ്റ്. ഇവിടെ റെഫറൻസ് ടാൻജൻറ്റും എക്സ് ആക്സിസും ഒന്ന് തന്നെയാണ്. അൺഡിഫോംഡ് ഷേപ്പ് എന്ന് പറയുന്നതും ഒറിജിനൽ ബീം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി, which is equal to deflection 2. What is deflection? Deflection is the difference between the original and the deformed. ഒറിജിനലും ഡിഫോംഡും തമ്മിലുള്ളതും ഒറിജിനലും ടാൻജൻറ്റും റെഫറൻസ് ടാൻജൻറ്റും തമ്മിലുള്ളതും ഒന്ന് തന്നെ ഇവിടെ. വൈ? ബിക്കോസ് റെഫറൻസ് ടാൻജൻറ്റ് ഒറിജിനൽ ബീമിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ബിക്കോസ് എ ഈസ് എ ഫിക്സഡ് എൻഡ്. ഇത് സ്പെഷ്യലായിട്ട് മനസ്സിലാക്കണം. ഫിക്സഡ് ബീമിൻ്റെ കേസിൽ മോർ തിയറം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് ഡിഫ്ലക്ഷൻ ഈക്വൽ ടു ഡീവിയേഷൻ. Why? Because reference tangent passes through the original beam. അപ്പോൾ y becomes equal to d. അതേസമയം ഒരു ഓവർഹാങ് ബീം കൺസിഡർ ചെയ്യാം. ഈ ഓവർഹാങ് ബീം ലോഡ് ചെയ്ത ശേഷമുള്ള ഷേപ്പാണിത്. എ ആണ് എൻ്റെ റെഫറൻസ് പോയിന്റ്. ഞാൻ എ കൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു, ഇത്. ഇനി ബി ആണല്ലോ എൻ്റെ അടുത്ത, എനിക്ക് ബിയിലെ ഡിഫ്ലക്ഷനാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ബി ആണ് എൻ്റെ ഫ്രീ എൻഡ്. സോ അവിടെ കൂടെ ഞാനൊരു ടാൻജൻറ്റ് വരച്ചാൽ മേ ബി ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ഈ ടാൻജൻറ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം.
എൻ്റെ ഡീഫോംഡ് ഷേപ്പ് ഇപ്പോൾ ഇതാണ്, അതായത് ഡീഫോംഡ് ബി ഇതാണ്. ഡീഫോംഡ് ബിയിൽ നിന്ന് ഒറിജിനൽ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ എനിക്ക് മോർ തിയറത്തിൽ നിന്ന് ഡീവിയേഷനെ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡീഫോംഡ് ആൻഡ് ദ റെഫറൻസ് ടാൻജൻറ്റ്. അതായത് ഇതായിരിക്കും എനിക്ക് മോർ തിയറത്തിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെയാണ് മിക്കപ്പോഴും നമുക്ക് തെറ്റുക. നമ്മൾ ഡയറക്റ്റ്ലി ബെൻഡിങ് ഡയഗ്രാം വരച്ചിട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഇതാ. പക്ഷെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ചോദിക്കുന്നത് ഡിഫ്ലക്ഷൻ ആണ്. ഫിക്സഡ് ബീമിന്റെ കേസിൽ റെഫറൻസ് ടാൻജന്റ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ തന്നെയാണ്, ഒറിജിനൽ ബീമിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഫിക്സഡ് അല്ലാത്ത കേസസിൽ നമുക്ക് റെഫറൻസ് ടാൻജന്റ് സെപ്പറേറ്റ്, അതായത് ഹൊറിസോണ്ടലിൽ നിന്ന് അല്ലെങ്കിൽ ഒറിജിനൽ ബീമിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഡീവിയേഷൻ ആണ് നമുക്ക് മോർ തിയറത്തിൽ നിന്ന് കിട്ടുക. ഡിഫ്ലക്ഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഡിഫ്ലക്ഷൻ ഡിറൈവ് ചെയ്തെടുക്കാനേ നടക്കുള്ളൂ. സോ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസിൽ നോക്കാം.